വീടുകൾ കയറിയുള്ള രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി M. മണി. മണിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ബിജു തറയിലുമുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ പ്രധാനമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരു പ്രധാന കാര്യം UDF ഗവൺമെന്റിന്റെ അഴിമതി, തട്ടിപ്പ്, ഇപ്പം നടന്ന വെടിക്കെട്ട് ദുരന്തം. അവരതിൻ്റെ പിന്നെ പ്രവർത്തിച്ചിട്ടാണല്ലോ, നിയമവിരുദ്ധമായല്ലേ നൂറുകണക്കിന് ആളുകൾ മരിക്കാനും ഇപ്പോൾ ഒരുപാട് ആളുകൾ ആശുപത്രി കിടക്കാനും ഇടയായത്. ഇത്തരം പ്രശ്നം, അരിയുടെയും ഉപ്പിൻ്റെയും മുളകിൻ്റെയും സാധനങ്ങളുടെ വിലക്കയറ്റം. ഇവിടെയാണെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, മാലവകാർഗിൽ റിപ്പോർട്ട്, ഉപാധിരഹിത പട്ടയം, 10 ജെയിൻ ബെൽറ്റിലെ പട്ടയത്തിൻ്റെ പ്രശ്നം, ഏലത്തിൻ്റെ വില തകർച്ച, റബ്ബറിൻ്റെ വില തകർച്ച, തേയിലയുടെ വില തകർച്ച, ഇത്തരം പ്രശ്നങ്ങളും UDFിൻ്റെ അഴിമതി, സോളാർ തട്ടിപ്പ്, സരിതയുടെ വെളിപ്പെടുത്തൽ. ഈ മണ്ഡലത്തിൽ ജയിച്ചാൽ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഏത് കാര്യത്തിനായിരിക്കും? ഇവിടെ പട്ടയം, ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾക്ക് മാലവകാർഗിൽ റിപ്പോർട്ട് ആവശ്യമായ തിരുത്തൽ നടപടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് സ്വീകരിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടുക. ഇത്തരം കാര്യങ്ങളിലാർക്കും പ്രാധാന്യം കൊടുക്കുന്നത്. മണിയാശനെതിരായിട്ട് പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. അവർ പറയുന്നത് ഞാൻ 55 വർഷം പ്രവർത്തിക്കുന്ന ഞാൻ ഈ മൈക്ക് വെച്ച് കെട്ടി ചുമ്മാ പ്രസംഗിച്ച് തെറി പറയുക എന്നാണെന്നാണ് അവരുടെ. എനിക്കറിയാൻ മേല, ഞാനതൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് ഒരു കാര്യം പറയുന്നത്. ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിക്കുക. എന്നെ 4 കൊലക്കേസിൽ പ്രതിയാക്കാനാണ് അവർ നോക്കിയത്. അതാണ്. ഒരെണ്ണത്തിൽ അറസ്റ്റ് ചെയ്തു, 46 ദിവസം ജയിലിൽ, 9 മാസം കോട്ടയത്ത് ഞാൻ പോയി താമസിക്കേണ്ടി വന്നു. അന്നേരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇവിടെ ഇടുക്കിക്കാർക്കൊരു ശല്യം ഉണ്ടായിരുന്നു, ആ ശല്യത്തിനെതിരെ ഞങ്ങൾ ഒഴിവാക്കി തന്നു എന്നാണ്. അതുപോലെ മണ്ഡലത്തിൽ BDJSന്റെ ADMK സ്ഥാനാർത്ഥികളുണ്ട്. അവരുടേതായ ജോലികൾ ചെയ്യട്ടെ. BDJSന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും മകനും എല്ലാവരും കൂടിയാണ് നടത്തുന്നത്. ഇപ്പോൾ SNDPയുടെ യജ്ഞമാണ് അവിടെ, രായക്കാട്ടിൽ. BDJSന്റെ ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളെയും വിളിച്ചിട്ടുണ്ട്. അവരുണ്ട്. എന്നെ വിളിച്ചില്ല. സേനാപതി വേണുവിനെ വിളിച്ചോന്നറിയില്ല. BJPയുടെ സ്ഥാനാർത്ഥി വേറെ ഉണ്ട്, അല്ല ADMKയുടെ. അവരെ വിളിച്ചോന്നും അയാളെ വിളിച്ചോന്നും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പം ആ നിലയിലാണ് കാര്യങ്ങൾ. ഉടുമ്പൻചോല എന്ന് പറയുമ്പോൾ മണിയാശനെ സംബന്ധിച്ച് ഒരു കുടുംബം പോലെയാണ്, എല്ലാ അംഗങ്ങളെ അറിയാവുന്ന ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ എന്താണ് ജനങ്ങളുടെ നല്ല പ്രതികരണമാണ്. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചെന്നാൽ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കും. മണിയാശനെ കുറിച്ച് പൊതുവെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്ത് ഒരു കാർക്കശ്യക്കാരനായ നേതാവെന്നാണ്. പക്ഷെ അതിനുപരി താങ്കൾ ഒരു വലിയ സിനിമാ പ്രേമി കൂടാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ സിനിമ കാണും. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കലാഭവൻ മണിയുടെ കൂടെ. ഒരു ചെറിയ റോളാണ്. സിനിമ കഴിയുമെങ്കിൽ തിരുവനന്തപുരത്ത് പോയ സിനിമ കാണും. ഞാനൊരു കലാഹൃദയമുള്ള ആളാണ്. മനസ്സിലായില്ലേ? ഞാനൊരു കർക്കശക്കാരനൊന്നുമല്ല. അത് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. അകന്ന് നിന്ന് നോക്കുമ്പോൾ ഞാൻ കറുത്തതാണ്. മനസ്സിലായില്ലേ? അപ്പം ഒരു കർക്കശക്കാരനാണെന്ന് തോന്നും. പക്ഷേ ഈ ശരീരം കറുത്തിരിക്കുന്നതിലും എൻ്റെ ഉള്ള് പാല് പോലാണ്, മനസ്സ് വെളുത്തതാണ്. ചിലർ ശരീരം വെളുത്തിരിക്കും, ഉള്ള് കറുത്തതാണ്. അതാണ് M. മണി. അത് ആ ടൈപ്പിൽ പെടുന്ന ആളല്ല. നേരെ പോക്കാണ്. അതുപോലെ മണിയാശൻ ഇഷ്ടപ്പെട്ട ഒരു ഹീറോ രജനീകാന്ത് ആണെന്ന് അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ്. മമ്മൂട്ടീനെയാണ് ഏറ്റവും ഇഷ്ടം, മോഹൻലാലിനെ ഇഷ്ടമാണ്, പുതിയ താരങ്ങളെ ഇഷ്ടമാണ്. ഈ തിരക്കുകളിലൊക്കെ അതിനുള്ള സമയം അതൊക്കെ നമ്മൾ കാണും. ഞാനൊരു മുഷ്കനാണെന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. പത്രാസ് ജനിച്ചു വളർന്ന ആളല്ല. ഒരു ചെത്തുതൊഴിലാളിയുടെ മകനായി ജനിച്ച് അവിടെ നിന്നും അച്ഛന് ഇവിടെ കുടിയേറി 10 മക്കളുമായി വന്ന്, അച്ഛൻ ഇവിടെ വന്ന് ശാന്തിയുടെ ജോലിയായിരുന്നു. ഞങ്ങൾ കൃഷിയായിരുന്നു. അമ്മയും ഞാനുമാണ് കഠിനാധ്വാനം ചെയ്ത് അന്ന് കൃഷി ചെയ്തത്. അങ്ങനെ വന്ന് ചുമ്മാടെ തോട്ടം പണി. ഞാൻ ജോലി ചെയ്യാത്ത തോട്ടങ്ങളില്ല, അവിടെ ഒന്നും ചെയ്യാത്ത പണികളില്ല. മനസ്സിലായില്ലേ? അന്ന് ഞാൻ 85 കിലോ കപ്പ എടുത്ത് തുഞ്ചിത്തണ്ണിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 85 കിലോ കപ്പയെന്നൊന്ന് പറഞ്ഞ് അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഹാർട്ട് വരും. ഒരു നട 85 കിലോ. തമാശ പറയല്ല. മടുക്കുമ്പോൾ പള്ളിക്കുന്ന ചെല്ലുമ്പോൾ ഒന്ന് താക്കും. അവിടെ ഒരു തിട്ടിലും, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കുഞ്ചിത്തണ്ടി. എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ജനങ്ങളുടെ വിചാരങ്ങളിൽ നിന്നാണ്. അക്കാര്യത്തിൽ ഞാൻ വെറും പച്ച. എനിക്ക് കളവുമില്ല, തട്ടിപ്പുമില്ല, വെട്ടിപ്പുമില്ല. നേരെ പോകും.
ഇതാണ് എം എം മണി എന്ന ഇടുക്കിക്കാരുടെ മണിയാശാൻ. കാപട്യങ്ങളില്ലാത്ത ഒരു നാട്ടുകാരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാവ് ഏറെ ജനകീയനാകുന്നതും. ഇടുക്കിയെ സംബന്ധിച്ച് ആശാൻ എന്നാൽ പാർട്ടിയും, പാർട്ടി എന്നാൽ ആശാനുമാണ്. ഉടുമ്പൻചോലയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം ബിജു തറയിൽ, മീഡിയ.